ഈ വഴി കൂടി നേരെ കയറി ചെല്ലുന്ന വഴിയിൽ അവിടെ ഒരു വീട്ടിൽ മുറിയിൽ ഇയാൾ കിടന്നുറങ്ങുകയാണ്. അത് വിശ്വസിച്ച പോലീസ് സംഘം ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ വീടിനെ പുറത്തേക്ക് എത്ര വാതിലുണ്ട്? അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വാതിൽ മാത്രമേ അങ്ങോട്ടേക്കുള്ളൂ. അപ്പോൾ ആ വാതിലിലൂടെ കയറി ഇയാൾ ഇടത്തെ സൈഡിലെ മുറിയിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്, ഇയാൾ കിടന്നുറങ്ങുന്നത് എന്നുള്ള വിവരം പോലീസിന് ഇവർ കൊടുത്തു. അത് വിശ്വസിച്ച് ഈ ജനമൈത്രി പോലീസ്, ഈ കോയമ്പത്തൂർ SHO ഇവർക്കൊരു തമിഴും മലയാളവും ഹിന്ദിയും എല്ലാം സംസാരിക്കുന്നൊരു പോലീസുകാരനെ സഹായിയായി വിട്ടുകൊടുത്തിരുന്നു. അയാളെയും ജനമൈത്രി പോലീസിൽ നിന്നുള്ള ഒരാളെയും ഇവരെ ഏൽപ്പിച്ചതിന് ശേഷം ഈ പോലീസ് സംഘം ആ ഒരു വീട് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്ന വഴിക്ക് എതിർവശത്തായിട്ട് ഒരു ആചാരബാഹുവായ ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ടായിരുന്നു. ഈ നടന്നു വന്ന ആളുടെ മുഖത്ത് ഇവരെ കണ്ട ഉടനെ ഒരു പ്രത്യേക ഭാവമുണ്ടായി, ഒരു പേടിയും ആശ്ചര്യവും ഒക്കെ കലർന്ന ഒരു മുഖഭാവം. അത് കണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ തങ്കച്ചൻ എന്ന കിളികൊല്ലൂർ SI ഒന്നും ചിന്തിക്കാതെ നേരെ ഇയാളെ ചാടിക്കേറി വീണു ഇയാളുടെ മേത്തേക്ക്. അങ്ങനെ ചാടിക്കേറി കീഴ്പ്പെടുത്തി എപ്പോൾ കീഴ്പ്പെടുത്തുന്നത് വരെ അത് സന്തോഷമാണെന്നൊരു സൂചന പോലും ഇവർക്കില്ല. ഇയാളുടെ മുഖത്തുണ്ടായ ഒരു ഭാവവ്യത്യാസം കണ്ട് ചാടി വീണതാണ്. പെട്ടെന്ന് തന്നെ കോയമ്പത്തൂരിൽ നിന്ന് ആ ഒരു കോളനിയിൽ നിന്ന് ആളുകൾ സംഘടിച്ചെത്തുകയും തങ്ങളുടെ കോളനിക്കുള്ളിൽ വന്ന് ഒരാളെ ആരോ ആക്രമിക്കുന്നു. കാരണം മഫ്തിയിലാണ് ഇവരുള്ളത്, പോലീസിന്റെ വേഷത്തിലല്ല.